ശബരിമല ക്ഷേത്രം കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ ഘട്ടത്തിലും മാറി മാറി ഒരു തന്ത്രിക്ക് നേരെ ഒരു അപവാദം വരുമ്പോൾ അടുത്ത തന്ത്രി വരും. ആ തന്ത്രിക്ക് നേരെ ഒരു അപവാദം വന്നു കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ ഈ തന്ത്രി കുടുംബത്തിനെ ഒരിക്കലും അവിടുന്ന് മാറ്റാൻ കഴിയില്ല. ഇവർ മാത്രമാണോ ശബരിമലയുടെ തന്ത്രി അവകാശികൾ? അല്ല, ഇതിൻ്റെ ഒരു ചരിത്രരേഖകളനുസരിച്ചിട്ട് ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ 1902 വരെ അവിടുത്തെ തന്ത്രം ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ മലയരയന്മാരാണ് എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ചില അധികാരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അതിനകത്ത്. ഇപ്പോഴും മലയിൽ മകരവിളക്ക് കത്തിക്കാനുള്ള അധികാരം ഇപ്പോഴും അവർക്ക് തന്നെയാണുള്ളത്. മലയരന്മാരൊരു മലദൈവമാണല്ലോ ശബരിമല, മലദൈവമാണ്. അപ്പോൾ ആ മലദൈവത്തിൽ അവരുടേതായിരുന്നു എന്നാണ് ഒരു പൊതു വിശ്വാസം ചരിത്രത്തിൻ്റെ. പക്ഷേ തന്ത്രികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഥ എന്താണെന്ന് വെച്ചാൽ അത് കഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ഷേത്രങ്ങളൊക്കെ മഹാലമ്പാകുന്ന സമയത്ത് ആന്ധ്രയിൽ നിന്ന് ഒരു കുടുംബത്തെ കൊണ്ടുവന്നതാണ്, പോറ്റിമാരെ കൊണ്ടുവന്നതാണ് ഇവർ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ തന്ത്രിമാരെ കിട്ടാതിരിക്കത്തക്ക വിധത്തിലുള്ളൊരു അന്തരീക്ഷം അന്നുണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ പരശുരാമൻ്റെ മിത്തെടുത്താൽ പോലും പരശുരാമൻ്റെ കൂടെ ബ്രാഹ്മണരുണ്ടായിരുന്നല്ലോ, ആ ബ്രാഹ്മണർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവർ വരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അക്കാലത്തുണ്ടായിരുന്ന ഇടക്കാലത്ത് സംഭവിച്ചൊരു മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് ഇവർ വരുന്നത്. അതുവരെ ഇവർ ഇതിനകത്ത് വരുന്നവരല്ല, തന്ത്രത്തിൽ വരുന്നവരല്ല. പക്ഷേ ഇവർ തന്ത്രത്തിൽ വന്നതിന് ശേഷം തന്ത്രം പ്രയോഗിച്ച് തന്നെ ഇവർ നിലനിന്ന് പോരുകയാണ്. ഇപ്പോഴത്തേന്ന് വെച്ചാൽ ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു കണ്ഠര് മോഹനർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേശ്യാലയത്തിൽ വെച്ച് അടിപിടി കേസിൽ വ്യഭിചരിക്കാൻ പോയി വേശ്യാലയത്തിൽപ്പെട്ട് അടിപിടി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നപ്പോഴാണ് അയാളെ മാറ്റിയത്. എന്ന് മാത്രവുമല്ല, ഈ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ഇതിൽ നമ്മുടെ ഇദ്ദേഹം പരിപൂർണൻ സ്വാമി, ജസ്റ്റിസ് പരിപൂർണൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ ഈ മോഹനർ എന്ന് പറയുന്ന കക്ഷിക്ക് ഗായത്രി മന്ത്രം ചൊല്ലാൻ പോലും അറിവില്ലായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇവരുടെ ഒരു കഴിവ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ ഇപ്പോഴും ഇദ്ദേഹം സത്യത്തിൽ ഈ കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളായിരുന്നു കണ്ഠരര് രാജീവർ. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 2025 ഒക്ടോബർ 10 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായം, ആ വിധിന്യായത്തിലെ ഖണ്ഡിക 4, 4ാമത്തെ പാരഗ്രാഫ്, ഖണ്ഡിക 4, അതിലാണ് പറയുന്നത് 18/5/2019 മെയ് 18 2019 മെയ് 18 ഒരു മഹസർ എഴുതി തയ്യാറാക്കി. മഹസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽസ്ഥിതി റിപ്പോർട്ടാണല്ലോ. കണ്ടതെന്തോ ആ സിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് മഹസർ എന്ന് പറയുന്നത്. മഹസറാണ് അടിസ്ഥാന രേഖ. ആ മഹസറിലെ 1ാം പേരുകാരനായി ഒപ്പുവെച്ചിരിക്കുന്നത് രാജീവർ കണ്ഠരരാണ്. ആ മഹസറിലാണ് ഒരു രേഖ എന്ന നിലക്ക് ആദ്യമായി സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എന്നുള്ളത് മാറിയിട്ട് വെറും ചെമ്പുപാളി എന്ന രേഖ വരുന്നത് അതിനകത്താണ്. ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെമ്പുപാളി എന്ന് എഴുതി തുടങ്ങിയത്. അതിൽ 10 പേരുണ്ടായിരുന്നു. ആ 10 പേരിൽ മിക്കവാറും കുറേ പേരെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കുറേ പേരൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ കൊടുത്തിട്ടൊക്കെ നിൽക്കുകയാണ്. ആ 10 പേരിൽ 1ാം പേരുകാരനാണ് കണ്ഠരര് രാജീവർ. അപ്പോൾ ഇദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് വ്യാജരേഖയാണ്. എന്തുകൊണ്ട് ചോദിക്കാമല്ലോ. അതെ, മല്ലയ്യ സ്വർണം പൊതിയുന്ന കാലത്ത് ഈ രാജീവരായിരുന്നു തന്ത്രസ്ഥാനത്തിരുന്നിരുന്നത്. അന്നും അദ്ദേഹം തന്ത്രിയായിരുന്നു. അദ്ദേഹവും മല്ലയ്യയുടെ ജീവനക്കാരും കൂടി നിൽക്കുന്ന ചിത്രങ്ങൾ അന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി ആണ് എന്നുള്ള കാര്യം ആർക്കറിയില്ലെങ്കിലും ആർക്കറിയാം? കണ്ഠരര് രാജീവർക്കറിയാം. ആ
സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വ്യാജ മഹസർ എഴുതി കൊടുത്തത്. ആ വ്യാജ മഹസർ എഴുതി കൊടുത്തു എന്നുള്ള കാര്യം ഉത്തരവിൽ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യമില്ലേ? അത്ര സ്വാധീനം അദ്ദേഹത്തിനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം, കണ്ഠരർ രാജീവരർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ അവിടെ കണ്ടിട്ടുണ്ട്, അവിടെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പരിചയമുണ്ടെന്നാണ്. അങ്ങനെയല്ല. ഇവർക്ക് തമ്മിൽ ദീർഘമായ പരിചയമുണ്ട്, ബന്ധമുണ്ട് എന്ന് മാത്രവുമല്ല, ഈ കണ്ഠരർ രാജീവരർ അത്ര ചെറിയ കക്ഷിയല്ല. കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ തന്ത്രസ്ഥാനവും പുള്ളിക്ക് കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ചെറിയ കക്ഷിയല്ല. അങ്ങനെ ഒരു എ ഫെയർ ഫേസ് ഈസ് ഓൾവേസ് ഗുഡ് ടു ഹൈഡ് ഫൗൾ ഫീലിങ്സ് എന്ന് പറയുന്ന രീതിയിൽ അതൊക്കെ ശരിയാണ്. സുമുഖനാണ്, നന്നായിട്ട് ചിരിക്കും, നന്നായിട്ട് പെരുമാറും, ഇതൊക്കെ ശരിയാണ്. പക്ഷേ കയ്യിലിരിപ്പ് ഇതാണ്. അപ്പോൾ ഈ പോറ്റിയുടെ ചെയ്തികൾക്കെല്ലാം പോറ്റിയോടൊപ്പം നിൽക്കുകയും പോറ്റിയെ ശബരിമലയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് ഈ കണ്ഠരർ രാജീവരരാണ്. അദ്ദേഹമാണ് പോറ്റിയെ കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ പോറ്റിയുടെ സ്വാധീനത്തിൽ ബാംഗ്ലൂർ സ്ഥാപിക്കപ്പെട്ട, കർണാടകയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ തന്ത്രസ്ഥാനവും പുള്ളിക്ക് തന്നെയുണ്ട്. ഈ തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെ കാശ് കിട്ടുന്നൊരു ജോലി എന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ ചില പൂജകളൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർക്കുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, അഷ്ടമംഗല്യ പ്രശ്നം വെക്കണമെങ്കിൽ തന്ത്രി ഉണ്ടാകണം. പിന്നെ പ്രതിഷ്ഠാദിനവും കൊടിയേറ്റവും ഉത്സവവും നടത്തുന്ന ദിവസം പോയി ഒരു ദിവസം പൂജിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള കാശും മേടിച്ച് തന്ത്രി അവിടെ നിന്ന് പോരും. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾ ആരെങ്കിലും അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും. ആ ശിങ്കിടി അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പലർക്കും 50 ക്ഷേത്രങ്ങളും 60 ക്ഷേത്രങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഇത്രയും ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരു വർഷം കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയാണ്. മിക്കവാറും ഇതിനൊന്നും രേഖയും ഉണ്ടായില്ല. കാരണം അമ്പലത്തിൽ നിന്ന് ഈ പിരിഞ്ഞ് ഭണ്ഡാരത്തിൽ വീഴുന്ന കാശെടുത്ത് എണ്ണിയിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് മണിയും ധാരാളമുള്ള ഒരു കേസാണ് ഈ തന്ത്രിമാർ എന്ന് പറയുന്നത്. അവർക്ക് അതിനപ്പുറത്തേക്കുള്ള ഒന്നുമില്ല. പക്ഷെ അതിനപ്പുറത്തും തങ്ങൾക്ക് വിശുദ്ധിയുണ്ട് എന്നും തങ്ങളാണ് ദേവൻ്റെ കൈകാര്യകർത്തം ചെയ്യുന്നത് എന്നൊക്കെ ഇവർ പറയും. അത് സത്യവുമാണ്. ശബരിമല ക്ഷേത്രത്തിൽ മൂർത്തിയുടെ പ്രതിഷ്ഠയുടെ രക്ഷകർത്താവാണ് തന്ത്രി. അത് മനസ്സിലാക്കണം. അച്ഛൻ്റെ പിതൃസ്ഥാനമാണ്. പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പുത്രഹത്യ നടത്തിയിരിക്കുകയാണ് തന്ത്രി. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതൊരു പാപവൃത്തി കൂടിയാണ്. ഇല്ലീഗലാണത്, പോയിക്കോട്ടെ. പിന്നെ ഈ അനുജ്ഞ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അനുജ്ഞ കൊടുക്കണമെങ്കിൽ അതിൻ്റെ വ്യവസ്ഥയില്ലേ? ഇപ്പോൾ ഇയാൾ പറയണം ഇയാളുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പൊളിച്ചു മാറ്റാനേ കൊടുത്തിട്ടുള്ളൂ, പുറത്തു കൊണ്ടുപോകാൻ കൊടുത്തിട്ടില്ലെന്നാണ്. സമ്മതിച്ച്. അപ്പോൾ ഈ പൊളിച്ച് സാധനം പുറത്ത് കൊണ്ടുപോയ കാര്യം അറിഞ്ഞല്ലോ അല്ലേ? അതെ, അടുത്ത ദിവസം അറിയുമല്ലോ. അപ്പോൾ ഈ പൊളിച്ച സാധനം പുറത്തു കൊണ്ടുപോയത് ആചാര അനുഷ്ഠാന ലംഘനമാണല്ലോ. അതിനെന്ത് പരിഹാരക്രിയ ചെയ്ത്? അവിടെ എന്ത് ആചാരാനുഷ്ഠാന ലംഘനം നടന്നാലും നട അടച്ചിട്ട് എന്ത് ചെയ്യണം? പരിഹാരക്രിയ ചെയ്യണം. അവിടുത്തെ നിയമം അനുസരിച്ചിട്ടും അവിടുത്തെ നടപ്പനുസരിച്ചിട്ടും ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും റിപ്പയർ ചെയ്യാൻ അതിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. ദേവൻ്റെ സമ്മതി അതിനില്ല. അപ്പോൾ ദേവസമ്മതി ഇല്ലാത്ത കാര്യത്തിന് പുറത്തു കൊണ്ടുപോകാൻ അനുജ്ഞ കൊടുക്കുകയും അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു? അവിടെ പരിഹാരക്രിയ ചെയ്യാതിരിക്കുകയും ചെയ്തില്ലേ? ഇതിനാര് സമാധാനം പറയും? ഇനി ഈ തന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞ രാജാവ് കൊടുത്തതാണ്. തിരുവിതാംകൂർ രാജാവാണ് കൽപ്പിച്ചു കൊടുത്തേക്കുന്നത്. ബാക്കി പരശുരാമൻ ഇവിടെ വന്ന് മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയെന്ന് നമുക്ക് പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ല എന്ന് പറയുന്ന രീതിയിൽ സിനിമാ പാട്ടിൽ പറയുകയും ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യാം എന്നല്ലാതെ അതിനങ്ങനെ ചരിത്രരേഖകളൊന്നുമില്ലല്ലോ. പരശുരാമൻ ഈ
ഈ അമ്മയെ കൊന്നവനാണ് പരശുരാമൻ. അത് തന്നെ ഒരു വലിയ കുഴപ്പമാണ്. പിന്നെ ഒരു ക്ഷത്രിയനോടുള്ള ദേഷ്യം സഹിക്ക വയ്യാതെ ക്ഷത്രിയ കുലത്തെ മുഴുവൻ നശിപ്പിച്ചവനാണ്. 24 പ്രാവശ്യം ചുറ്റി നടന്ന് ക്ഷത്രിയരെ മുഴുവൻ നശിപ്പിച്ച ആ മഴുവാണ് ഇദ്ദേഹം ഇങ്ങോട്ട് എറിഞ്ഞ് കേരളം ഉണ്ടാക്കിയതെന്നാണ് സങ്കല്പം. എന്തായാലും ആ മഴു പരശുരാമനാണെങ്കിലും എറിഞ്ഞു കളഞ്ഞത് സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരു മഴു ഒരാൾ എത്ര വിശുദ്ധനാണെങ്കിലും സൂക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ആ മഴു അദ്ദേഹം എറിഞ്ഞു കളഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ ആ മഴു അദ്ദേഹം എറിഞ്ഞ് കളഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമി, കേരള ഭൂമി അദ്ദേഹം ഉണ്ടാക്കിയാണെന്നുള്ളതിന് ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം മാത്രമാണ്, അതിന് തെളിവില്ല. പിന്നെ ഈ കോവനൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് സ്വാതന്ത്ര്യ സമരം, അപ്പോൾ അതിൽ ഈ തന്ത്രിയുടെ സ്ഥാനവും കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് രാജാവിൻ്റെ ഇംഗിതം അനുസരിച്ചിട്ടാണ്. അപ്പോൾ രാജാവിൻ്റെ ഇംഗിതം അനുസരിച്ചിട്ട് നിയമിക്കപ്പെട്ട ഒരാളാണ് തന്ത്രി എന്നുണ്ടെങ്കിൽ രാജാവിന് തന്ത്രിയെ മാറ്റുകയും ചെയ്യാം. എന്തായാലും ശബരിമല ക്ഷേത്രം ഉണ്ടായ കാലത്ത് ഇവരില്ലല്ലോ, തന്ത്രിമാരില്ലല്ലോ, ചരിത്രത്തിലില്ല. ശബരിമല അയ്യപ്പനാണെന്നുണ്ടെങ്കിൽ ഒരു ചരിത്ര പുരുഷൻ കൂടിയാണ്, അതിനൊരു ചരിത്ര പശ്ചാത്തലവും കൂടിയുണ്ട്. അതെ, ചീരപ്പഞ്ചിറ കുടുംബമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, നമ്മൾ വായിച്ചിട്ടുള്ളതല്ലേ. ആ ചീരപ്പഞ്ചിറ കുടുംബത്തിൽ സുശീല ഗോപാലൻ്റെ പഴയ MP-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന സുശീല ഗോപാലൻ്റെ കുടുംബമാണ് മറ്റേ ചേർത്തല ഇപ്പുറത്തുള്ള മുഹമ്മയിലുള്ള ചേരപ്പഞ്ചിറ കുടുംബം. ആ ചേരപ്പഞ്ചിറ കുടുംബവുമായിട്ടൊക്കെ ചരിത്രമുള്ള സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് പോയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം ഉള്ള സമയത്ത് ആ ചരിത്ര പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു കാരണവശാലും ഇതിനൊരു ഒരു കാലാതീതമായ ദിവസം മുതൽ ഈ കുടുംബം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അവർ അകപ്പെട്ടിരിക്കുന്നത് ധാർമ്മികമായി അവർ അധപ്പതിച്ചു. ഒന്നാമത്തെ കാര്യം. കാരണം ഇത്ര ഒരു പദവി വഹിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ധാർമ്മികമായ ഒരു അധികാരം ഇല്ലെങ്കിൽ ഈ പദവിക്ക് സ്ഥാനമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ധാർമ്മികമായ അധികാരമാണ്. 2 നിയമപരമായിട്ട് അധികാരം. ഒരു കള്ളനെയും ഒരു സ്ത്രീലമ്പടനെയും ഒക്കെ പിടിച്ചിട്ട് അതിൻ്റെ ഈ തന്ത്രിയായിട്ട് വെക്കുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഈ കുടുംബത്തിന് അനുവദിച്ചിരിക്കുന്ന തന്ത്രിസ്ഥാനത്ത് നിന്ന് ആ തന്ത്രത്തിൽ നിന്ന് അവരെ മാറ്റുന്നതാണ് സ്വാമി അയ്യപ്പ ഭക്തന്മാരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ കരുതുന്നത്.